നമ്മൾ അങ്ങനെ തിരുവനന്തപുരം വന്നിട്ട് ഇത് രണ്ടാമത്തെ ദിവസമാണ്. നമ്മളിപ്പോ പോകുന്ന ആറ്റുകാലിലേക്കാണ്. ഇന്നലെ പോകുന്നെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ പഴവങ്ങാടിയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും തിരക്ക് കാരണം നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി. അപ്പോഴത്തേനും ആറ്റുകാലിലേക്ക് പോകാൻ ഒരു സമയം കിട്ടിയില്ല. അപ്പൊ നമ്മളിപ്പോ പോകുന്ന ആറ്റുകാലം ദേവീക്ഷേത്രത്തിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കറങ്ങിയിട്ട് പിന്നെ നമുക്ക് തിരിച്ച് ഈവനിങ് 8:30ക്കാണ് ട്രെയിന്. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം ഇപ്പം ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലോട്ട് പോവാം. കഴിഞ്ഞില്ലേ? അങ്ങനെ നമ്മൾ ആറ്റുകാലൊക്കെ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കുതിരമാളികയിലാണ്. ഇവിടെ ഇപ്പൊ ഫോൺ അലൗഡ് ആണോന്ന് അറിയില്ല. അകത്ത് അലൗഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോസ് ഒക്കെ എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം കുതിരമാളിയിലോട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മളിതേ കുതിരമാളയൊക്കെ കണ്ടിട്ട് നമ്മളത് ഇറങ്ങി. അത്യാവശ്യം ഉച്ച സമയമായിട്ടുണ്ട്, 12 മണി കഴിഞ്ഞു. അപ്പൊ ഇതേ മോളെ ഇടയ്ക്കൊന്ന് വീണു, കാല് മുട്ടൊക്കെ പൊട്ടി ആള് കരച്ചിലൊക്കെ ആയിട്ട് ഇപ്പൊ ആള് ഉറങ്ങുകയൊക്കെ ചെയ്തു. അപ്പൊ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നമ്മൾ രാവിലെ നേരത്തെ ഭക്ഷണം കഴിച്ചാണ്. ആറ്റുകാല അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് വരുന്ന വഴി നേരെ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. അപ്പൊ ഇപ്പൊ നല്ല വിശപ്പുണ്ട്. അത്യാവശ്യം ഇവിടെ നിന്ന് വേണ്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ സമയം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളും കുറിച്ചോട് പോകാനുണ്ട്. അപ്പൊ ആദ്യം ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് വെച്ചിട്ടായിരുന്നു. അപ്പൊ എന്തായാലും കുതിരമാളികയോട് എന്തായാലും ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാം. അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഓട്ടോയിൽ പോവാണ്. സൂവിലേക്കാണ് പോകുന്നത്. കുട്ടികൾക്കെല്ലാം ഒരു ഇഷ്ടമുള്ള വിചാരിച്ച് നമ്മൾ സൂ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ഓട്ടോയിൽ നമ്മൾ പോകുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരുന്നിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തേ ഇവിടെ ഒരാൾ മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചോണ്ടിരിക്കുക. കുറെ നേരമായി സൈഡിലൊന്നും വീടിന്റെ കൺസൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കുറച്ച് കഴിച്ചു. അപ്പൊ നമുക്ക് എന്തായാലും പോവാം, സൂവിലേക്ക് പോവാം. കാരണം സൂവിൽ പോവാന്ന് പറയും, പുലിയെ കാണാൻ പോവാന്ന് പറയും. പറയില്ല, ആളെ കുറച്ച് മൂഡ് ശരിയല്ല ആളുടെ. അപ്പൊ നമുക്ക് എന്തായാലും പോവാം.
ബർത്ത്ഡേന് പോവാം, കൈ പിടിച്ച് പോവാം. ഓക്കെ. ഓടണ്ട ഓടണ്ട ഉണ്ണേ. അങ്ങനെ നമ്മള് സൂ ഒക്കെ കണ്ടപ്പോ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അവർക്ക് ഈ ടി വിയിലൊക്കെ കാണുന്ന കുറെ അനിമൽസിനൊക്കെ നേരിട്ട് കണ്ടപ്പോ ഭയങ്കര ത്രില്ലടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ത്രില്ല് കുറച്ച് കൂട്ടാന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോ ശംഖുമുഖം ബീച്ചിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും കുറച്ച് സമയമുണ്ട് നമുക്ക്. അപ്പൊ ആ സമയം കുറച്ചുകൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാലോ. കുറെ സ്ഥലങ്ങളിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കുട്ടികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അധികം ഒന്നും കറങ്ങാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും മാക്സിമം നമ്മളത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് ശംഖുമുഖം ബീച്ചിലോട്ട് വന്നിട്ടുണ്ട്. ജാനുകുട്ടിയൊക്കെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ ഉണ്ടോ? അതെ, അവിടെ നിൽക്കുന്നുണ്ട് അവര്. അപ്പൊ നമുക്ക് എന്തായാലും അവരുടെ അടുത്തോട്ട് പോവാം. കുട്ടികൾ കുറച്ചൊന്ന് കളിച്ചിട്ട് പിന്നെ നമുക്ക് നേരെ തിരിച്ച് റൂമിലോട്ട് പോവാം. സമയത്ത് മണത്തിനും ഗുണത്തിനും നിറത്തിനും ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന്റെ പേരിൽ മായം ചേർക്കും.
ചികിത്സിച്ചാൽ പോലും ഭേദമാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മാരക രോഗങ്ങളിൽ നാം ചെന്നുപെടുന്നു. നല്ല ഭക്ഷണം കഴിക്കും, ആരോഗ്യത്തോടെ ജീവിക്കും എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് യാതൊരു രാസപദാർത്ഥങ്ങളും ചേർക്കാതെ 100% ശുദ്ധമായ മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ, ധാന്യപ്പൊടികൾ, കിഴങ്ങുവർഗ്ഗങ്ങളിൽ നിന്നും നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ ഞങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു. ചക്കപ്പൊടി, ചക്കപ്പൊടി, ചക്കക്കുത്തുപൊടി, അരിയാഹാരങ്ങൾ കുറച്ചുകൂടി ചക്കയും ചക്ക ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ ക്യാൻസർ, കൊളസ്ട്രോൾ, അമിതവണ്ണം, ഹൃദയധമനി രോഗങ്ങൾ, പക്ഷാഘാതം, പ്രമേഹം, തിമിരം എന്നിവകളുടെ സാധ്യതകൾ ഗണ്യമായി കുറയുന്നു. ചോളം പുട്ടുപൊടി, ചോളം റവ, സ്പെഷ്യൽ ചോളം, കോൾഫ്ലവർ, ചോളം പപ്പടം, ഹൃദ്രോഗം, അനീമിയ, കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവയുടെ അളവ് എന്നിവ പരിഹരിക്കുന്നു. ചോളം ഉപയോഗിച്ച് എല്ലാ അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം യാത്രയുടെ അവസാനിക്കുകയാണ്. നമ്മൾ തിരിച്ച് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇന്ന് ഒരു പുലർച്ചെ 3 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ എത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ അല്ല, 2 ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വഴിയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.